ഇപ്പോൾ അദ്ദേഹം ക്ഷേത്രത്തിനുള്ളിൽ ദർശിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് വരുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ നിന്നുള്ള പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. അദ്ദേഹം ക്ഷേത്രത്തിൽ തൊഴുത ശേഷം ഇപ്പോൾ മീനൂട്ടനുള്ള ഭാഗത്തേക്ക് കുളത്തിനടുത്തേക്ക് പോയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം അദ്ദേഹം തൃപ്രയാറിൽ തുടരും എന്നാണ് അറിയുന്നത്. दीपक है जो कि हमेशा जलता रहता है। ये तस्वीरें आप देख रहे हैं प्रधानमंत्री नरेंद्र मोदी की, जो कि पूजा अर्चना के दौरान की ये तस्वीरें हैं जो आप अपने टीवी स्क्रीन पर देख रहे हैं। त्रिप्रयार मंदिर से त्रिप्रयार को त्रिप्रयार थेवर या फिर त्रिप्रयार के रूप में भी जाना जाता है। त्रिप्रयारिल സന്ദർശനം നടത്തുകയാണ് പ്രധാനമന്ത്രി. തൃപ്രയാർ ക്ഷേത്രത്തിൽ തൊഴുത ശേഷം അല്പസമയം മുൻപ് തൃപ്രയാറിൽ തൊഴുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിനുശേഷം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാട് മീനൂട്ടലാണ്. അതിലേക്ക് പ്രധാനമന്ത്രി പോയിരിക്കുന്നു. കുളത്തിനടുത്തേക്ക് അദ്ദേഹം മീനൂട്ടുന്നതിനായി കടന്നിരിക്കുന്നു. നേരത്തെ അവിടുത്തെ BJP പ്രവർത്തകർ പറഞ്ഞതുപോലെ വളരെ അപ്രതീക്ഷിതമായി ഇല്ലെങ്കിൽ വളരെ സന്തോഷം തരുന്ന ഒരു സന്ദർശനമായിരുന്നു പ്രധാനമന്ത്രിയുടേത്. ക്ഷേത്രത്തിന്റെ പ്രാധാന്യം അതിന്റെ ചരിത്രമെല്ലാം കണ്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി തൃപ്രയാറിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ രാവിലെ ഗുരുവായൂരിൽ സന്ദർശനം നടത്തിയ മോദി പിന്നീട് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ തൃപ്രയാറിൽ എത്തിയിരിക്കുകയാണ്. തൃപ്രയാർ ക്ഷേത്രത്തിൽ രാമക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിരിക്കുന്നു. അതിനുശേഷം അവിടുത്തെ പ്രധാന വഴിപാടായ മീനൂട്ടൽ നടത്തിയതിനു ശേഷമായിരിക്കും അദ്ദേഹം മറ്റ് പരിപാടികളിലേക്ക് കടക്കുക. ഇപ്പോൾ മീനൂട്ടൽ നടത്തുകയാണ് തൃപ്രയാറിൽ എന്നാണ് അറിയുന്നത്. തൃപ്രയാറിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു വഴിപാടാണ് മീനൂട്ടൽ. അത് നടത്തിയ ശേഷം പ്രധാനമന്ത്രി തൃപ്രയാറിൽ നിന്ന് തിരിക്കും. MS അനീഷ് കുമാർ വീണ്ടും ചേരുന്നുണ്ട്. അനീഷ്, ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നീടുള്ള പ്രധാനമന്ത്രിയുടെ പരിപാടികൾ എന്തൊക്കെയാണ്? ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം വലപ്പാടേക്ക് വീണ്ടും ഹെലിപ്പാഡിൽ അവിടെ നിന്നും അദ്ദേഹം മടങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ തൃപ്രയാറിലെ മീനൂട്ടിനെ കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഈ ക്ഷേത്രത്തിലെത്തുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായി വിശേഷിപ്പിക്കുന്നത് ഈ മീനൂട്ടാണ്. ഒപ്പം വെടിവഴിപാടും ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം എത്തുന്നതുകൊണ്ട് സുരക്ഷാ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വെടിവഴിപാട് വേണ്ട എന്ന് SPG അറിയിച്ചിരുന്നു. അതുകൊണ്ട് ഇന്നലെ മുതൽ തന്നെ ആ ചടങ്ങുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ വെടിവഴിപാട് നിർത്തിവെച്ചു എന്ന് നേരത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഘാടകർ പറഞ്ഞു. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ തന്നെ മറ്റ് ആളുകൾക്ക് ഭക്തർക്ക് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നുമില്ല. പ്രധാനമന്ത്രി ഈ ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിപ്പോയ ശേഷം മാത്രമാവും അത്തരമൊരു ദർശനത്തിന് ഇനി ഭക്തർക്ക് അവസരമുണ്ടാവുകയുള്ളൂ. എന്തായാലും ഈ തൃപ്രയാറിലെത്തി ഈ മീനൂട്ട് നടത്തിയാൽ വലിയ മേന്മയാണ് എന്നാണ് ഈ ഭക്തർ കരുതുന്നത്. മീനൂട്ട് ചടങ്ങിൽ പങ്കെടുക്കാനായി തന്നെയാണ് പലയിടങ്ങളിൽ നിന്നുള്ള ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ക്ഷേത്രത്തിന് ഈ മീനൂട്ട് നടത്തിയാൽ ഭക്തർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും എന്നതാണ് വിശ്വാസം. ഈ മീനൂട്ടിൽ നൽകുന്ന അന്നം സ്വീകരിക്കാൻ ഈ ഭഗവാൻ മീനിന്റെ രൂപത്തിൽ എത്തുന്നുവെന്ന് ഉള്ള വിശ്വാസമുണ്ട്. ഒപ്പം ഈ ആസ്മ പോലെ ചില ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മാറാനുള്ള ഒരു വഴിപാടായും ഭക്തർ ഈ മീനൂട്ട് വഴിപാട് നടത്തുന്നുവെന്നും പറയുന്നു. അത്തരത്തിൽ ചില വിശ്വാസങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ ഏറ്റവും മേന്മയേറിയ അല്ലെങ്കിൽ അത്തരമൊരു ചടങ്ങിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം 5 പേർക്ക് മാത്രമാണ്, ഈ 5 തന്ത്രിമാർക്ക് മാത്രമാണ്, തന്ത്രി അടക്കമുള്ള 5 പേർക്ക് മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഇന്ന് അദ്ദേഹം സന്ദർശനം നടത്തുന്ന സമയത്ത് ക്ഷേത്രത്തിൽ തങ്ങാൻ കൂടി അനുമതിയുള്ളൂ. സാധാരണഗതിയിൽ വെടിവഴിപാട് ഈ മീനൂട്ട് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങായി നടത്തുന്നുവെങ്കിലും ഇന്ന് വെടിവഴിപാട് ഇല്ല. പകരം മീനൂട്ടുണ്ട്. പുഷ്പാഞ്ജലി പോലുള്ള ചില പൂജകൾ ഈ ശ്രീകോവിലിൽ കഴിച്ച ശേഷം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. 1 മണിക്കൂറോളം അദ്ദേഹത്തിന്റെ ഇന്നത്തെ ക്ഷേത്ര ദർശനം നീളുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലുമായി തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഈ മോദിയെ ഒരു നോക്ക്
കാണണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹം കാറിനുള്ളിൽ തന്നെയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നുപോയത്. അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ നിരാശ പലരും പങ്കുവച്ചിരുന്നു. ഈ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുലർച്ചെ മുതൽ ഇവിടേക്ക് ഒഴുകിയെത്ത ആളുകളാണ് ഈ ഇരുവശത്തുമായി തടിച്ചുകൂടിയിരിക്കുന്ന ജനസഞ്ചയം. അവർ പുലർച്ചെ മുതൽ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തൃപ്പയാറിലേക്ക് ഒഴുകിയെത്തിയവരാണ്. അവർ പോലീസിന്റെ നിർദ്ദേശം പാലിച്ച് രണ്ട് വശത്തുമായി ബാരിക്കേഡുകൾക്ക് ഉൾവശത്തായി ഈ പാർട്ടി കൊടികൾ വീശി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷെ ഒരു നിമിഷമെങ്കിലും മോദി പുറത്തേക്ക് ഇറങ്ങി തങ്ങളെ കണ്ട് ഒന്ന് കൈവീശി അഭിവാദ്യം ചെയ്യുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ